എത്രയായി? 100 രൂപ. ആ 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരു ഓളം സൃഷ്ടിക്കണം. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടോ? അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കും. അയ്യോ എന്താ ഇവിടെ? എന്താണ് ഇവിടെ? അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ തോക്ക് കൊണ്ട് തടി. ഞാൻ ഇവനെ വെടിവെച്ച് കൊല്ലാം. ഇവന് അത്രയ്ക്കായോടാ. അയ്യോ അമ്മേ, ഞാനാ സദാശിവൻ. എന്റെ മോനെ, നീ എപ്പ ഇറങ്ങിയതാ? അല്ല, എപ്പ വന്നു? ഇപ്പൊ എന്റെ പൊന്നു മോനെ, വന്ന് വല്ലതും കഴിക്കടാ. നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നേനില്ല എന്റെ പൊന്നു. അയ്യോ അമ്മായി. ഓ, അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശേ. അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ? എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കേണ്ട പ്രായത്തില് കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ. കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു വരുത്തിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ അവനെത്തിയത്. മോളെ, 1,00,000 രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ, മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ. വേണ്ട അമ്മായി. നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്നും നോക്കി, അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പടികളെ കണ്ട് എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല ഇതിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളെല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ആ, നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. മൂത്ത് നരയ്ക്കാൻ തുടങ്ങിയിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതിരുന്നേ? അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരൻ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര തന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ട് ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. അത് ശരി. ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽപ്പെട്ടതാണ് നീയോ. നിനക്കട ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതായി വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ പഠിക്കും. എന്താണോ നോക്കി പല്ലിളിക്കുന്നത്? നല്ല അനുസരണയുള്ള ചെക്കൻ. ഞാൻ അനുസരണ പഠിപ്പിക്കാം. വേണ്ട, പോ. വീണ്ടും കാണണം. ഇവന് നല്ലൊരു അഭ്യാസിയാക്കണമെന്ന് ആ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അഭ്യാസിയാകും. അവൻ ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണ് വയ്ക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെയൊന്നല്ല. അവളൊരാണ, ആരെയും വെല്ലുന്നവള്.
മാനേജ്മെന്റ് നീതി പാലിക്കുക. യുവരാജ് മേഡത്തിന്റെ പിടിവാശി അവസാനിപ്പിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ വഴി മാറുന്ന നല്ലത്. ഇൻക്ലാബ് സിന്ദാബാദ്. രാഘവ, മേഡത്തിന്റെ പിടിവാശി അവസാനിപ്പിക്കുക. പറയുന്നതനുസരിക്ക് എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇൻക്ലാബ് സിന്ദാബാദ്. നീ പറഞ്ഞ കേൾക്കില്ല. അവനെ വിട്. രാഘവ, എന്താ നിന്റെ പ്രശ്നം? ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇപ്പൊ തന്നെ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിപ്പിക്കും. നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കാൻ നിങ്ങൾ ആരാ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? മാറി നിൽക്ക്. മാറിയിരിക്കടാ. പാതാരവിന്ദങ്ങളിൽ നമസ്കാരം. ആരാ? എന്താ വേണ്ടത്? എഴുന്നേക്കൂ. എണീക്കണ മോനെ. ഇതാണ് എന്റെ മോൻ. എന്താ പേര്? സദാശിവൻ ഫ്രം ദുബായ്. ദുബായിൽ എന്തായിരുന്നു ജോലി? ജയിലിലായിരുന്നു. ജയിലെന്ന് പറഞ്ഞാല് ജയിലിലെ ജയിലറായിരുന്നു. അതെ അതെ. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇവന് ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവൻ. അമ്മായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാലോ. അനുസരണയോടെ നിൽക്കണം. അനുസരണയുടെ കാര്യത്തില് ഇവനും പോമറയും പട്ടി ഒരുപോലെയാ. ഇവൻ മാത്രല്ല, ഇവന്റെ അച്ഛനും അങ്ങനെയായിരുന്നു. ആരാണ് എന്റെ അച്ഛൻ? മിണ്ടാതിരിട കഴുത. അതിന് ചൂടാവുന്ന എന്തിന്? ഞാൻ അറിയാൻ ചോദിച്ചല്ലേ. വഴക്കൊന്നും വേണ്ട. അച്ഛൻ ആരെങ്കിലും ആയിക്കോട്ടെ. യെസ് മാഡം. എന്ത് പറഞ്ഞാലും യെസ് മാഡം യെസ് മാഡം ഒന്നും വേണ്ട. നോ മാഡം. അല്ല യെസ് മാഡം. എന്നാൽ ഇന്ന് എന്നെ ജോയിൻ ചെയ്തോളൂ. നോ മാഡം. യെസ് മാഡം. എങ്ങനെയുണ്ട് അമ്മ എന്റെ പെർഫോമൻസ്? അമ്മ ഇംഗ്ലീഷും പഠിച്ചോ? യെസ് മൈ സൺ. മാലയെന്ന് കൈയിടുകടാ. കണ്ടല്ലേ? ഹലോ, ഞാൻ രാമഭദ്രനാ. നമ്മുടെ മുന്നിൽ ഏതോ ഒരുത്തം വന്ന് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഒരു കാര്യവുമില്ലാതെ അവൻ തൊഴിലാളികളെ മുഴുവൻ തല്ലി ചതച്ചു. ആരാണവൻ? അറിയില്ല മാഡം. അവനാരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. വാ തുറക്കാൻ അവൻ സമ്മതിച്ചില്ല. വന്ന ഉടനെ ഞങ്ങളെ അങ്ങ് തല്ലി ചതയ്ക്കായിരുന്നു. അതെ മാഡം. പോകാൻ നേരം നിന്റെ മാഡത്തിനോട് പോയി പറഞ്ഞേര്. ഒത്തിരി പഴയ കണക്കുകൾ തീർക്കാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഷുഗർ മില്ലും എക്സ്പോർട്ടിംഗ് ഓഫീസിലും പോയി അവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവനാരാ? എന്താണ് അവന്റെ ഉദ്ദേശം? അറിയില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അവൻ ഇവിടെ ആരും അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ ഈ നാട്ടുകാരനല്ല. രാമഭദ്ര, അവനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. യെസ് മാഡം. എടാ സദാശിവ, ഇവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിച്ച് മാഡത്തിനെ ഏൽപ്പിച്ചാൽ നിനക്ക് മാഡത്തിന്റെ പ്രീതി സമ്പാദിക്കാം. പക്ഷേ ആരാണ് അവൻ? അയ്യോ, എന്താ രാമൻകുട്ടി? എന്ത് പറ്റിയടാ? ഞാൻ പറഞ്ഞ കെട്ടം വീണു. നല്ലസാറ് ഭാര്യ ആശുപത്രിയിലാ. നമ്മൾ ചെയ്യാമി ചത്തു. അപ്പൊ ചെയ്യാമി ചത്തില്ലേ? അതേടാ, ചെയ്യാമി ചത്തു. ആ കുരുത്തം കിട്ടവനാ നിന്നെ ഈ നിലയിലാക്കിയത്. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി മാന്യമായിട്ടൊരു ജോലി കിട്ടിയതല്ലേടാ നിനക്ക്. കോൺട്രാക്ട് പണി തുടങ്ങിയാൽ പെട്ടെന്നങ്ങ് പണക്കാരനാവാനുള്ള അത്യാഗ്രഹം. എന്നിട്ടിപ്പ എന്തായി? നാട് നീളെ കടവും കടക്കാരും കുടുംബം വരെ പണയത്തിലാക്കിയില്ലടാ നീ. അല്ല രാമൻകുട്ടിയെ, അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? പെണ്ണൊരുത്തി പ്രായം കഴിഞ്ഞ് നിൽക്കുന്നുള്ള വല്ല വിചാരം നിനക്കുണ്ടോടാ? അപ്പൊ കെട്ടിടം വീണില്ലല്ലേ? ചേട്ട സ്വപ്നം കണ്ടതാ. എടീ, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പറ്റിച്ചതല്ലേ? എടീ, ഈ കോൺട്രാക്ട് രാമൻകുട്ടി പണിത വീട് വീഴാനോ? അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് ആരാ? ഈ ഞാനാ. അതുകൊണ്ട് തന്നെയല്ലേ ഇന്നാണ് നീ പണിത ആ കൊച്ചുപാലം തകർന്നു വീണത്. തള്ളേ, വെളുപ്പാങ്കാലത്തിന്റെ സ്വഭാവം വരുന്ന ചീത്തക്കരുതേ. അതേടാ, നീ അങ്ങനെ തന്നെ വിളിക്കണം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളല്ലേ എന്ന് കരുതി ഇത്രയും നാളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തിയതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇങ്ങനെ മോങ്ങിയാലേ മുഖത്ത് നീര് വരും. പോയി കാപ്പി എടുത്തോളേ. എന്തിനാ ചേട്ടാ പാവത്തിന് കരയിക്കണേ? ഇതൊക്കെ ഒരു രസല്ലേടി. പിന്നെ എന്താ ഉദ്ദേശം?
ഇതൊന്നും സമയം കളയാം. കോളേജിൽ പോകാൻ നോക്കടി. ചേട്ടാ വണ്ടി നിർത്തിയേ. വണ്ടി നിർത്താൻ. വണ്ടി നിർത്തില്ല, ഞാനിപ്പോ ചാടും. നീ ചാടുവൊന്നുമില്ല. ചേട്ടാ അങ്ങനെ വിട്ടാ ശരിയാവില്ല. ചോദിച്ചോ. വണ്ടി നിർത്താനാ പറഞ്ഞേ. ചേട്ടന് ഇത് എന്തിനുള്ള പുറപ്പാടാ? അവന്മാർക്ക് രണ്ട് കൊടുക്കാൻ. അവന്മാരെന്ന് കളിയാക്കെന്ന് വെച്ച് നമുക്കെന്താ? ആ അങ്ങനെ എന്റെ പെങ്ങളെ ഇപ്പാരും കളിയാക്കണ്ട. എനിക്കിത് ഇഷ്ടമല്ല. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നോക്കിയേ. എന്താ ഈ നാട്ടിൽ കാണുന്ന ആമ്പിള്ളാരൊക്കെ തല്ല് ചതയ്ക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ ഇനി ബൈക്കിലില്ല. ഞാൻ വല്ല ഓട്ടം പിടിച്ചു പോക്കോളാം. അങ്ങനെ പിണങ്ങാതെ. കേറാം. പക്ഷെ ഇനി എന്നെ ആര് കളിയാക്കിയാലും പ്രതികരിക്കില്ല എന്ന് വാക്ക് തന്നാ കേറാം. ശരി. ആ തീർന്നിട്ടില്ല. അതേ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരാകുമ്പോ ചിലപ്പോ ആമ്പിള്ളേര് നോക്കിയെന്ന് വരും. ഓ നോക്കിക്കോട്ടെ. ചിലപ്പോ കമന്റ് അടിച്ചൊന്നും വരും. ഓ കമന്റ് അടിച്ചോട്ടെ. ചിലപ്പോ കണ്ണിറക്കി കാണിച്ചൊന്നും വരും. ആഹാ കണ്ണി കാണിച്ചാലേ അവന്റെ കണ്ണീൻ അടിച്ച് പൊട്ടിക്കും. ആ നീ വണ്ടി കയറി കേറ്. എന്താ അല്ല എന്താ 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 പ്രശ്നം എന്താ? അല്ല ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആണോ? ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ആണെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം. അല്ലെങ്കിലോ? അല്ലെങ്കിലും ഞാൻ ലിഫ്റ്റ് തരാം. ഓ ഇയാളെങ്കിൽ ഒരുപാട് പേർക്ക് ലിഫ്റ്റ് കൊടുക്കും. അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ലിഫ്റ്റ് കൊടുക്കില്ല. ഇത് പിന്നെ രാമൻകുട്ടി ചേട്ടനായതുകൊണ്ട് മാത്രം. ഓ ഞാൻ രാമൻകുട്ടി ചേട്ടാണെന്ന് അത് പിന്നെ മുഖം കണ്ടല്ലോ അറിഞ്ഞൂടെ? മുഖത്ത് എഴുതി വെച്ചോളൂ. അല്ല അത് രാമൻകുട്ടി ചേട്ടൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ അല്ലേ? അല്ല അമ്മയാ. എന്താ നോട്ടമുണ്ടോ? പിന്നെ പോടാ അവിടുന്ന്. കേറോണ്ടി. അത് ഞാൻ പറഞ്ഞോളാം. കേറോണ്ടി. ആ എനിക്കറിയില്ല. ഈശ്വര സാക്ഷിയായിട്ട് എല്ലാവരുടെയും കാശ് ഞാൻ തന്നിരിക്കും. ഇത് രാമൻകുട്ടിയാ പറയുന്നത്. ചിയാമി ബില്ല് മാറാൻ പോയിട്ടുണ്ട്. ബില്ല് മാറി വന്ന ഉടനെ നിങ്ങളുടെ കാശ്. കുറെ നാളായി ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടിലൊന്നും അറിയണം. സാറ് കാശ് തരുമോ ഇല്ലയോ? ഞാൻ പറയുന്നത് കേക്ക്. ബില്ല് മാറി കിട്ടാൻ അല്പം താമസം. എന്തായാലും നിങ്ങൾ ഇപ്പൊ പോ. 2 ദിവസത്തിനകം ഉറപ്പായിട്ട് ഞാൻ കാശ് തരാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഞാനല്ലേ പറയുന്നത്. നാളെ പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും. അപ്പോഴേ 2 ദിവസം കൂടി അങ്ങോട്ട് തരുന്നു. അതിനുള്ളിൽ കാശ് കിട്ടിയില്ലെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. വരണ്ട മുതലാളി. ചിയാമി എത്തിയോ? എത്തി. എടാ ബില്ലൊക്കെ പാസ്സായോ? പാസ്സായി. മത്തായിയുടെ വീട് പഠിക്കുള്ള അഡ്വാൻസ് കിട്ടിയോ? കിട്ടിയോ? നമ്മൾ പുതുതായി പണിത വീടിന് വേണം മേനോൻ സാറില്ലേ, അയാളും ഗൾഫിൽ നിന്ന് എത്തി. അപ്പൊ ആ ബാലൻസ് ഓർഡർ കിട്ടും. കിട്ടുന്നല്ല മുതലാളി, കിട്ടി. കിട്ടിയോ? ആ വീട് തകർന്നു വീണു. എനിക്കുള്ള അഡ്വാൻസ് കിട്ടി. മുതലാളിക്കുള്ള അഡ്വാൻസ് തരാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നതാ. അയ്യോ ഇന്നലെ ചേട്ടനെ കണ്ടില്ലല്ലോ. ചേട്ടൻ തിരക്കുള്ളൊരു കോൺട്രാക്ടർ അല്ലേ? നിന്ന് തീരാൻ നേരല്ല. പിന്നെ എന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടാ. രാവിലെ കോളേജിൽ കൊണ്ടുവിടുന്നതും വൈകുന്നേരം കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതും. അത്രയ്ക്ക് തിരക്കുള്ള ആളാണെങ്കിൽ ആ പൊട്ട ബൈക്ക് കൊടുത്തിട്ട് ഒരു കാർ വാങ്ങാൻ പറ. ഒരു ഡ്രൈവറെ വെച്ചാ പോരെ? നിനക്ക് കോളേജിൽ വരികയും പോവുകയും ചെയ്യാലോ. ഇടയ്ക്ക് ഞങ്ങൾക്കും കയറാം അല്ലേടി? ഓ കാറൊന്നും എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടം ജീപ്പാ. ജീപ്പാകുമ്പോ ഒരു സ്റ്റൈലാ. ഉടനെ വാങ്ങാൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദേ നിന്റെ ചേട്ടൻ ജീപ്പിൽ പോണോ? പോലീസ് ജീപ്പാണെന്ന് മാത്രം. ഒളിഞ്ഞു വീണ ഇയാളുടെ കെട്ടിടം നിനക്ക് എപ്പോ ശരിയാക്കി കൊടുക്കാൻ പറ്റും? ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങാം. ഞാൻ ഉറപ്പ് തരിക. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ പണി തുടങ്ങാന്ന മുതലാളി പറയണത്? നാട്ടുകാരെ പറ്റിക്കണ പോലീസുകാരെ പറ്റിക്കാൻ പറ്റുമോ? എന്താടാ ഒരു രഹസ്യം പറച്ചില്ലേ? അല്ല ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കായിരുന്നു. എടാ രാമൻകുട്ടി, 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ എന്റെ വീടിന്റെ പണി നീ തീർത്ത് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. മനസ്സറേ ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച അതിനുള്ളിൽ ഞാൻ വീട് പണി തുടങ്ങിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്ത് കൊടുക്കണം. വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇല്ല. ആ പൊയ്ക്കോ. ആ നീങ്ങൊന്നേ. മുതലാളിനെ വിളിക്കണ മുതലാളിയല്ല നീ. നിന്നെയാ? എന്താണ് നിന്റെ പേര്? ചിയാമി. എവിടാ നിന്റെ വീട്? ആ ശരി പൊയ്ക്കോ. ആ പോടാ. ആകപ്പാടെ ചായക്കുള്ള കാശോളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ.
ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. അവിടെ 2 ചിക്കനും 3 ചപ്പാത്തി. ഓക്കെ ശരി. ഇട നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് വന്നു പോയോ? ഇടാ ഞാൻ ഉണ്ണി, ഒന്നാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ, നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായില്ലേ? അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. ശ്ശോ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. അയ്യോ, ഏത് കമ്പനിയുടെ? ഞാനൊരു കോൺട്രാക്ട്. ഐ മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാവാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടല്ലേ? സന്തോഷം. എവിടെയോ വെച്ച് ഞാൻ- കാണാൻ വഴിയില്ല. ഐ ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. We will meet again. അപ്പൊ ബില്ല് ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഐ എം വെരി ഹാപ്പി. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത്? അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക്.